ഗൈസ്, നമ്മൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരു സീരീസാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ സീസണിലും നടത്തുന്ന മണ്ടത്തരങ്ങൾ. അതിലേറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്നതാണ് ഇപ്പം നന്നായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സിനെ നിലനിർത്താതെ പോകുന്നു, നല്ലൊരു ട്രാൻസ്ഫർ ഫീ കിട്ടുന്നൊരു സാഹചര്യം വന്നാൽ സെല്ല് ചെയ്യുന്നു, ആ സെല്ല് ചെയ്യുന്ന പണമെടുത്ത് മറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും നമുക്കൊരു വെറൈറ്റി പിടിക്കാം. ഇന്ന് ഈസ്റ്റ് ബംഗാൾ എന്ന് പറയുന്ന മറ്റൊരു ക്ലബിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് പണം മുടക്കുന്ന കാര്യത്തിൽ പിശുക്കൊക്കെ കാട്ടി പലപ്പോഴും പിന്നിൽ പോകുന്നതാണെങ്കിൽ പണം വാരിക്കോരി മുടക്കിയിട്ടും റിസൾട്ട് ഉണ്ടാക്കാത്ത ഒരു ക്ലബ്ബാണ് ഈസ്റ്റ് ബംഗാൾ. എന്നാൽ കൺസിസ്റ്റൻസിക്ക് ഒരു കുറവില്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, സ്ഥിരമായിട്ട് അവർ 9ാം സ്ഥാനത്തിന് വേണ്ടി നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ള സെയിം മിസ്റ്റേക്ക് അവർ വീണ്ടും കാണിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പം പരുന്ന പല റൂമേഴ്സും ഒക്കെ എനിക്ക് മനസ്സിലാകുന്നത് അവർ ഈ മിസ്റ്റേക്സുകൾ ഈ സീസണിലും തുടരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പം മോഹൻ ബഗാൻ ഒരു സൈഡിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ്. അവരുടെ റൈവൽ ക്ലബ്ബാണ്, സെയിം സിറ്റിയിൽ നിന്നുള്ള ക്ലബ്ബാണ്. അതേ സിറ്റിയിൽ നിന്നുള്ള അവരുടെ റൈവൽസ് ആയിട്ടുള്ള ഈസ്റ്റ് ബംഗാൾ അവരെ പോലെ തന്നെ സ്പെൻഡ് ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ടും അവർക്കൊരു സക്സസ്ഫുൾ ലെവലിലേക്ക് ISL വന്നതിന് ശേഷം ഇതുവരെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സീസണിൽ തന്നെ നോക്കാം, ഡൊമസ്റ്റിക് പ്ലേയേഴ്സ് ആയിട്ടുള്ള അൻവർ അലി, ജീക്സൺ സിംഗ്, അതുപോലെ ഡേവിഡ് എന്നീ താരങ്ങളെ കൊണ്ടുവന്നു. വിദേശ താരങ്ങളായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ്, കഴിഞ്ഞ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ ഹെക്ടർ എന്ന് പറയുന്ന ഡിഫൻഡർ, അതുപോലെ മിഡ്ഫീൽഡിൽ മാദി തലാൽ ബെസ്റ്റ് മിഡ്ഫീൽഡർ ആയിരുന്നു, ഗോൾഡൻ ബൂട്ട് വിന്നറായിട്ടുള്ള ദിമിത്രിയോസ് ഡയമണ്ടക്കോസ്. എന്നിട്ട് കൂടി അവരുടെ ഒരു സീസൺ പറഞ്ഞ പോലെ ഒരു ദുരന്തം തന്നെയായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ISL ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്നതിനപ്പുറത്തേക്ക് ഈ ഈസ്റ്റ് ബംഗാൾ ചെയ്യുന്നത് മോഹൻ ബഗാനോട് കോമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു ലക്ഷ്യമാണ്. അതിലാണ് പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളും പാളിപ്പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അൻവർ അലിയുടെ കാര്യം തന്നെ എടുക്കാം. അൻവർ അലിക്ക് വേണ്ടിയിട്ട് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കടിപിടി തന്നെയായിരുന്നു എന്നത് നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതാണ്. അവസാനം ഈസ്റ്റ് ബംഗാളിന് തന്നെ കിട്ടി എന്നുള്ളതാണ്. പക്ഷേ എത്രത്തോളം പണമാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവശ്യകത എന്താണ്, എന്നാൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടടുത്ത് ഇൻവെസ്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ്. കുറേ പണം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോൾ, പക്ഷേ ഈ പറഞ്ഞ ആ കാര്യം ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നു, കഴിഞ്ഞ 1-2 സീസണുകളായിട്ട് അവർക്ക് വിങ് ബാക്ക് പൊസിഷൻ ഒരു പ്രശ്നം തന്നെയാണ്. അവിടെ ഇപ്പോഴും തിരിഞ്ഞു നോക്കാത്തൊരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ കടന്നു പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസത്തെ പറ്റി കൂടി സംസാരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇപ്പം മോഹൻ ബഗാൻ്റെ ഓണേഴ്സ് അറിയാലോ, RPSG ഗ്രൂപ്പിലെ സഞ്ജീവ് ഗോയങ്കയാണ് അവരുടെ ഒരു ഓണർ, പ്രധാനപ്പെട്ട ഓണർ എന്ന് പറയുന്നത്. മേജർ ഷെയർസ് അവർക്കാണ്. ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 77% ഇമാമി ഗ്രൂപ്പിന് ഉള്ളത് എന്നുള്ളതാണ്. ഈ മോഹൻ ബഗാൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം എല്ലാവരും പറയുമല്ലോ, അവരുടെ പണം അവർ വാരിക്കോരി സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ട്രോഫി അടിക്കാനായിട്ടൊക്കെ പറ്റുമെന്നുള്ളത്. അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് ഈസ്റ്റ് ബംഗാളിന് പറ്റുന്നില്ല എന്നുള്ളതും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പം മോഹൻ ബഗാൻ്റെ ഈ പറഞ്ഞ പോലെ അവർ വെറും ഇൻവെസ്റ്റേഴ്സ് മാത്രമല്ല, അവർ സ്പെൻഡിങ്ങിൻ്റെ കാര്യത്തിൽ സ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതും അവരുടെ ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. വിനയ് ചോപ്ര എന്ന് പറയുന്ന ഒരാളാണ് ഇപ്പം ഡയറക്ടർ ഓഫ് ഫുട്ബോൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള റോളൊക്കെ മോഹൻ ബഗാനിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ആ തരത്തിൽ 2020 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാക്കാൻ സാധിച്ചു. 5 ട്രോഫീസ് നേടിയെടുക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എല്ലാ വർഷവും പ്ലേ ഓഫിൽ കളിക്കാനായിട്ട് സാധിച്ചു, ഡിഫറെൻറ്റ് ടൈംസ് AFC കോമ്പറ്റീഷനിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ പണം ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാകില്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം നമുക്കിവിടെ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഈ ഈസ്റ്റ് ബംഗാളിൻ്റെ കാര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഇമാമി ഗ്രൂപ്പ് ഈ പറഞ്ഞ പോലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണല്ലോ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഒരു സ്പോർട്ടിങ് എക്സ്പേർട്ടായിട്ടുള്ള ആൾ, അങ്ങനത്തെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഈസ്റ്റ് ബംഗാളിൻ്റെ ഗ്രൂപ്പിലുള്ള ചില ആളുകളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മറ്റ് ISL ക്ലബ്ബുകളെ പോലൊന്നും അല്ല ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഗസി ക്ലബ്ബുകളാണ്. അപ്പോൾ അവരുടെ ഒരു കമ്മിറ്റി പോലെയുള്ള പല പരിപാടികളും ഉണ്ട്. അപ്പം അതിപ്പോൾ എലക്ഷൻ കാര്യങ്ങളുണ്ട് ഇതിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പം അവിടെ ഈ ഡിസിഷൻസ് എടുക്കുന്നത് ഒരു വാശിപ്പുറത്താണ്, പലപ്പോഴും മോഹൻ ബഗാനുള്ള വാശിപ്പുറത്താണ്. പിന്നെ മറ്റ് ചില ഉദ്ദേശങ്ങളും ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പം എന്തിന് അൻവർ അലിക്ക് മേൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറയുന്നത് അതിലൊരു നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്, പറഞ്ഞ പോലെ ഏജൻസി കളികൾ, ചില പ്രത്യേക ടീമുകൾ ഒരു പൊസിഷൻസിൽ ഇഷ്ടം പോലെ പ്ലേയേഴ്സിനെ ഇങ്ങനെ എത്തിക്കുന്നു. അത് ഒരു പ്രത്യേക ഏജൻസിയിലുള്ള പ്ലെയർ ആയിരിക്കും. ചില പൊസിഷൻസിൽ പ്ലേയേഴ്സേ കാണില്ല. അപ്പം ഇങ്ങനത്തെ കളികളൊക്കെ ഒരു സംഭവിക്കാവുന്നതാണ്. അപ്പം പറഞ്ഞ പോലെ ഇപ്പം മോഹൻ ബഗാൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് നടക്കുന്നത്. അവിടെ അവർ
യാതൊരു വിധത്തിലുള്ള തട്ടിപ്പും പരിപാടികൾക്കൊന്നും നടക്കത്തില്ല. അവർ അതിൽ കമ്മിറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓവർ സ്പെൻഡ് ചെയ്ത് ഈ പറഞ്ഞൊരു ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നു മോഹൻബഗാൻ എന്നൊക്കെ ഉള്ളത് ശരിയാണ്. പക്ഷേ മറ്റു കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ക്ലബ്സിലേക്ക് വരുമ്പോഴത്തേക്കും ആ കാര്യങ്ങളിൽ പ്രോബ്ലംസ് ഒക്കെ വരുന്നു, അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളുടെ ഫേവറേറ്റ് ക്ലബ്ബിലും നടക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ളതുമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സൈനിങ് ഓഫ്.